അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പല്ലാരിമംഗലത്ത് CDS വാർഷികവും മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം പഞ്ചായത്ത് 6-ാം വാർഡിൽ കുടുംബശ്രീ CDS വാർഷികവും മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ എന്നുള്ളത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടി ലോകത്തിന് മുൻപാകെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയാണ്. പല കാര്യങ്ങളിലും നമ്മൾ ലോകത്തിനും രാജ്യത്തിനുമൊക്കെ മാതൃകയാണ്. പാഠപുസ്തകമായി നിലകൊള്ളുന്ന പ്രദേശമാണ് കേരളം. ഇന്ത്യയിലെ തെക്കേറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്. വലുപ്പം കൊണ്ട് ഏതാണ്ട് 1.04% മാത്രം വരുന്ന ഈ ചെറിയ പ്രദേശം പല കാര്യങ്ങളിലും ലോകത്തിനും രാജ്യത്തിനുമൊക്കെ മാതൃകയായി നിലകൊള്ളുന്ന പ്രദേശമാണ്. ഇപ്പോൾ നമ്മളെല്ലാം അഭിമാനിക്കുന്ന, പലപ്പോഴും നമ്മളെല്ലാം പറയാറുള്ള കേരള മോഡൽ, ആ കേരള മാതൃക ലോകം അംഗീകരിച്ചതാണ്. അപ്പോൾ ആ ഗണത്തിലേക്കാണ് മറ്റൊരു മാതൃക കൂടിയാണ് കേരളത്തിൽ കുടുംബശ്രീ എന്നുള്ള ഈ ഒരു കൂട്ടായ്മ. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഈ ഒരു സംവിധാനത്തിന് കീഴിൽ ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സഫില സലീം, CDS സെക്രട്ടറി സുമി സുബൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, വാർഡ് മെമ്പർ AA രമണൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO സലീം, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MM നിസീമ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.